അപ്പോൾ നമ്മൾ വീട്ടിൽ, അതായത് എൻ്റെ വീട്ടിൽ ഞാൻ മല്ലിയില എങ്ങനെ കൃഷി ചെയ്യുന്നതെന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മല്ലിയിലയ്ക്ക് വേണ്ടി നല്ല വിത്തുകളാണ് നമുക്ക് ആവശ്യം. അപ്പം എനിക്ക് ഇപ്രാവശ്യം കിട്ടിയ വിത്തുകൾ വളരെ മോശമാണ്. ചില വിത്തുകളൊന്നും മുളച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ മല്ലിയിലേൻ്റെ വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ പൊട്ടിച്ച് 2 പീസാക്കിയിട്ടാണ് നമ്മൾ സാധാരണ ഇടാറ്. അപ്പം ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് പൊട്ടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് മോള് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നോരോന്ന് അവളെ കൊണ്ട് പൊട്ടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇത് 2 പീസാക്കി എടുത്തതിന് ശേഷമാണ് നമ്മളിത് നടുന്നത്. ഇതിപ്പോൾ മോൾക്കൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടാണ് അവളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇത്രയും വിത്തുണ്ട്. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഉപയോഗിക്കാമെന്നുള്ള ഒരു മെത്തേഡിലാണ് വരുന്നത്. ഇന്ന് കുഴിച്ചിടാൻ പോകുന്നത് ഈ ചട്ടിയിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇത് മണ്ണും അതേപോലെ ചകിരി ചോറും തമ്മിലുള്ള മിക്സിംഗ് ആണ്. ഇതിന് മുമ്പ് വളർത്തിയതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഒന്നും കൂടി ഇടുകയാണ്. വിത്തുകളൊക്കെ കുറേ എന്തൊക്കെയോ തിന്നുപോയി ഇപ്രാവശ്യം. എന്നാലും നമ്മൾ ഒന്ന് ഇട്ട് നോക്കുകയാണ്. അപ്പോൾ നമുക്കിതിലാണ് വിത്ത് ഇടേണ്ടത്. നേരത്തെ ഞാൻ ചെയ്തതുപോലെ വിത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് അതായത് 1-2 മുള വരും. അപ്പോൾ രണ്ടും പൊട്ടിച്ചതിന് ശേഷം ഇതേപോലെ മണ്ണിലേക്ക് വിതറുകയാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ പൊട്ടിച്ചെടുത്താണ്. നമ്മൾ ഒക്കെ നല്ലതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിൽ എത്രത്തോളം വിത്ത് മുളയ്ക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും വിത്ത് വിതറുന്നത്. മതി. കൈ വേണ്ട, അതിൽ അഴുക്ക് വരും. മതി. ഇനി നനച്ചു കൊടുക്കണം കേട്ടോ ദിവസവും കേട്ടോ. ഓക്കെ. നമ്മൾ കുറച്ച് ഇതിലും വിത്ത് ഇടുന്നുണ്ട്. ഇതിലും കുറച്ച് വിത്ത് എടുത്ത് കൂടുതലായിപ്പോയി. അതുകൊണ്ട് കുറേ ഇതിന് മുമ്പ് ഇട്ടതൊക്കെ ഇതിൽ മുളയ്ക്കാത്തതുണ്ട്. അപ്പോൾ ഇത് 1 വർഷത്തോളമായി ഇവിടെ വെച്ചിട്ട് അത് കേടായി പോയതാണ് പറ്റിയത്. ഞാൻ അതിൽ വെച്ചിട്ടുള്ളൂ. എല്ലാ സ്ഥലത്തും ഇവിടേക്കൊക്കെ. അപ്പോൾ നമ്മൾ മൊത്തം ഈ ഒരു ട്രേയിലും പിന്നെ ഇതൊരു ട്രേയിലും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ ഇതിൻ്റെ വളർച്ച നോക്കാം. ഇതിനു മുമ്പ് നമ്മൾ വിത്ത് പാകി ഇട്ട കൊറിയണ്ടറാണിത്. അപ്പോൾ അത്യാവശ്യമൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു കെയറിങ് നമ്മൾ വളർന്നു വരുന്നതൊക്കെ തണ്ടൊക്കെ നമ്മളൊന്ന് ജസ്റ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതല്ലാതെ വേറെ കെയറിങ് ഒന്നുമില്ല. ഒക്കെ അത്യാവശ്യം നല്ലതുപോലെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇത് രണ്ടും ഇതിന് മുമ്പ് 1 മാസം മുമ്പ് കുഴിച്ചിട്ടതായിരുന്നു. മീൻസ് വിത്ത് വിതറിയിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ മല്ലിയില നമുക്ക് ഇതുപോലെ സുഖമായിട്ട് ഉണ്ടാക്കുകയെന്നാണ്. ഇതുപോലെ ചിലത് നല്ലത് ഉഷാറായിട്ടുണ്ടാവും. അപ്പോൾ ഇത് എക്സ്ട്രാ ഒന്ന് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉഷാറായിട്ട് ഒന്ന് വളർന്നു വരും. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചെറുതായി വരും. ഇതിൽ തന്നെ 2-3 എണ്ണം ഉഷാറായിട്ട് വരുന്നുണ്ട് തണ്ട് പോലെ. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ കൊറിയാണ്ടർ, അതായത് മല്ലിയില ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ വേറെ ഒന്നും കൂടി, ഇത് നമ്മൾ ആ സമയത്ത് തന്നെ വിത്ത് പാകി വളർത്തിയതാണ്. ഇതിൽ 2-3 പറിച്ചു കഴിഞ്ഞു. ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്ത് ഉപയോഗിച്ചതാണ്. നമ്മൾ അടുക്കള ആവശ്യത്തിന് ഉപയോഗിച്ചതാണ്. അപ്പോൾ ഇത് ഏകദേശം നല്ലൊരു തൈയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ സൈഡിലായിട്ട് തൈകൾ നന്നായിട്ട് വരും. എല്ലാ തൈകളും ഉഷാറാവണമെന്നില്ല. ഇവിടെ ഒന്ന് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. പക്ഷെ എന്നാലും ചെറിയ തൈയാണ്, വലിയ തൈയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വീട്ടിലെ കറികൾക്ക് ആവശ്യമായ മല്ലിയില സുഖമായിട്ട് ഇരുന്ന് എടുക്കാവുന്നതാണ്. ഇപ്പോൾ അതുകൂടാതെ ഇത് കുറച്ചൊക്കെ മുളച്ച് വരുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് മുളച്ച് വരുന്നും കൂടി ഉണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് വിത്തിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോന്ന് കട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും അടുത്ത ദിവസങ്ങളിലേക്ക് പറിക്കാൻ ആവശ്യമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെടിയൊന്ന് നനയ്ക്കുമ്പോൾ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം കോരി ഒഴിച്ച് കഴിഞ്ഞാൽ അത് നശിച്ചു പോവും. പിന്നെ അത്യാവശ്യം കെയറും കാര്യങ്ങളും വേണം. ഇപ്പോൾ ഇത് നല്ല ഈ പാത്രത്തിൽ നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ അത്രത്തോളം അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല.
അവിടെ ഇവിടെയൊക്കെ മിസ്സിങ് ആണ്. അപ്പോൾ ഇതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെയൊക്കെ ഞങ്ങൾ വിത്ത് ഇട്ട് കൊടുക്കും വീണ്ടും. അപ്പോൾ കാരണം അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജിലുള്ള തൈകൾ കിട്ടും. ഒറ്റയടിക്ക് മൊത്തമായിട്ട് കിട്ടാതെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വിത്തുകൾ ഇട്ട് കൊടുക്കുന്ന പതിവാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാനുള്ളത് കിട്ടും. അപ്പോൾ നമ്മളെ ഈ മല്ലിയില വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ മല്ലിയില കൃഷി ഇങ്ങനെയാണ്.